ഒരാളെ എക്സ്ട്രാ ഓർഡിനറി മാൻ ആക്കി മാറ്റുന്നത്? എന്താണ് ഒരാളെ സക്സസ്ഫുൾ മാൻ ആക്കി മാറ്റുന്നത്? എന്താണ് ഒരു ടോപ്പറും ആവറേജറും തമ്മിലുള്ള ഡിഫറൻസ്? ഒരൊറ്റ ഉത്തരം: ഡിസിപ്ലിൻ. സോ എന്താണ് ഡിസിപ്ലിൻ? നമ്മളിപ്പോൾ ഒരു മോട്ടിവേഷൻ കേട്ടിട്ട് നമ്മുടെ മൈൻഡിലേക്ക് വരാണ് നമുക്ക് അതുപോലെ ചെയ്യണം, നമ്മൾ അതുപോലെ ചെയ്ത് നമ്മൾ നന്നാവും എന്നുള്ള മൈൻഡ് സെറ്റും കാര്യങ്ങളൊക്കെ നമ്മളെ ഇതിലേക്ക് കൊണ്ടുവരുന്നു. നമ്മളത് കേട്ടതിന് ശേഷം അന്നത്തെ ദിവസം അതുപോലെ എല്ലാ കാര്യങ്ങളും ചെയ്ത് പെർഫെക്റ്റ് ആയിട്ട് അതുപോലെ തന്നെ നമ്മൾ മുന്നേറുന്നു. പക്ഷേ പിറ്റേ ദിവസം ആവുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മറന്നു പോകും. കുറച്ച് ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ചെയ്യാം എന്ന മൈൻഡിലേക്ക് കൊണ്ടുവന്ന് അവസാനം ആ കാര്യം ചെയ്യലും ഉണ്ടാവില്ല, ഒരു ഇതും ഉണ്ടാവില്ല. പിന്നെ അടുത്ത ദിവസമാണ് നമ്മൾ വേറെ ഒരാളുടെ മോട്ടിവേഷൻ കേൾക്കുമ്പോൾ ആ മോട്ടിവേഷൻ അതുപോലെ ചെയ്യാന്നുള്ള സെറ്റപ്പും കാര്യങ്ങളും നമ്മുടെ മൈൻഡിലേക്ക് കൊണ്ടുവരുന്നു. പിന്നീട് ഈ സെയിം റിപ്പീറ്റ് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. സോ ഇതല്ല ഡിസിപ്ലിൻ. നിങ്ങൾ ഇതുപോലത്തെ ഒരാളാണെങ്കിൽ then I am sorry, success is not going to find you. മറ്റുള്ളവരെ കാണിക്കാനുള്ളതല്ല ഡിസിപ്ലിൻ. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പൊ പലവരെ കേസ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ കുറെ ആൾക്കാരെന്ന് പറഞ്ഞാൽ ജിമ്മിൽ പോണ ഫോട്ടോ എടുക്കുക, ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്യുക, ഇൻസ്റ്റയിൽ സ്റ്റോറി ആയിട്ട് ഇടുക, അല്ലെങ്കിൽ വാട്സപ്പിൽ സ്റ്റാറ്റസ് ആയി ഇടുക, ഒരു 3-4 ആൾക്കാരെ കാണിക്കുക എന്ന മൈൻഡിൽ കൊണ്ടുവന്ന കുറച്ച് ആൾക്കാരുണ്ട്. സോ അതിനല്ല ഡിസിപ്ലിൻ എന്ന് പറയുന്നത്. മെയിനായിട്ട് എടുത്തു നോക്കുകയാണെങ്കിൽ നമ്മൾ ജിമ്മിൽ പോവുക, വർക്കൗട്ട് ചെയ്യുക, അതുപോലെ തന്നെ ഹെൽത്തി സ്ട്രോങ് ബോഡി ബിൽഡ് ചെയ്യുക, ഇതൊക്കെയാണ് ഡിസിപ്ലിൻ പരമായിട്ടുള്ള കാര്യങ്ങൾ ഇതൊക്കെ. സോ നമ്മുടെ ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളല്ലായിരിക്കും നമുക്ക് കിട്ടുന്നത്, നമുക്ക് അർഹിക്കുന്ന കാര്യങ്ങളാണ് നമുക്ക് നമ്മുടെ ലൈഫിലേക്ക് വരുന്നത്. സോ അതുകൊണ്ട് തന്നെ നമ്മൾ ചെയ്യുന്ന ആക്ഷൻ അനുസരിച്ചുള്ള റിസൾട്ട് ആയിരിക്കും നമുക്ക് കിട്ടുക. ഇന്നത്തെ ഇത് ഇത്രേ ഉള്ളൂ. ഇതിൻ്റെ സെക്കൻഡ് പാർട്ടായിട്ട് നമുക്ക് ഇറക്കാം. ഒറ്റയടിക്ക് പറയാൻ ഇതിനെ കണ്ടു പിടിച്ച് നടക്കണ കേസല്ല. എന്തായാലും എല്ലാവർക്കും ബൈ.